ലോകത്തിലെ ഏറ്റവും ക്യൂട്ടായ വന്യജീവി ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയയിലെ പലരും ഉത്തരം ഒന്നായിരിക്കും, കാപ്പിബാര. ഇപ്പോൾ അത്തരമൊരു കാപ്പിബാര കുഞ്ഞാണ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. സ്കോട്ട്ലൻഡിലെ എൻഡിബാറോ മൃഗശാലയിൽ ജനിച്ച ഒരു കുഞ്ഞൻ കാപ്പിബാര. പക്ഷേ അവന്റെ പേര് കേട്ടാൽ നിങ്ങൾക്കും കൗതുകം തോന്നും, ബ്രൂ. സ്കോട്ട്ലൻഡിന്റെ ദേശീയ പാനീയങ്ങളിൽ ഒന്നായ പ്രശസ്തമായ അർൺബ്രൂവിൽ നിന്നാണ് ഈ പേര് വന്നത്. മെയ് മാസത്തിന്റെ തുടക്കത്തിലാണ് ഈ ആൺകുഞ്ഞ് ജനിച്ചത്. അതിന്റെ പ്രത്യേകത എന്താണെന്നല്ലേ? കഴിഞ്ഞ 18 വർഷത്തിനിടെ സ്കോട്ട്ലാൻഡിൽ ജനിക്കുന്ന ആദ്യത്തെ കാപ്പിബാര കുഞ്ഞാണിത്. അതുകൊണ്ട് തന്നെ ജനിച്ച നാൾ മുതൽ തന്നെ ബ്രൂ ഒരു സെലിബ്രിറ്റിയായി മാറി. റോയൽ സുവോളജിക്കൽ സൊസൈറ്റി ഓഫ് സ്കോട്ട്ലൻഡ് മുന്നോട്ട് വെച്ച നിരവധി സ്കോട്ടിഷ് പേരുകളിൽ നിന്ന് പൊതുജനങ്ങൾക്കിടയിൽ വോട്ടെടുപ്പ് നടത്തിയാണ് ഈ പേര് തിരഞ്ഞെടുത്തത്. ട്യൂണോക്ക്, ടോഡി, ടാബ്ലറ്റ് തുടങ്ങിയ പേരുകളെ പിന്തള്ളിയാണ് ബ്രൂ വിജയിച്ചത്. ഇപ്പോൾ ഈ കുഞ്ഞൻ തന്റെ കളികളും കുസൃതികളും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പക്ഷേ ഈ കാപ്പിബാര എന്ന ജീവി യഥാർത്ഥത്തിൽ ആരാണ്? എലിയും അണ്ണാനും ഉൾപ്പെടെയുള്ള റോഡന്റ് വിഭാഗത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് കാപ്പിബാര. തെക്കേ അമേരിക്കയാണ് ഇവരുടെ സ്വദേശം. പ്രത്യേകിച്ച് ബ്രസീലിലെ നദീതീരങ്ങളും ചതുപ്പുനിലങ്ങളും പുൽമേടുകളും. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കാപ്പിബാരയ്ക്ക് ഒരു ചെന്നായയുടെ വലിപ്പം വരെ ഉണ്ടാകും. കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന അത്ഭുത കഴിവും ഇവയ്ക്കുണ്ട്. കാലുകളിൽ തവളകളെ പോലെ ചേർന്ന വിരലുകളുള്ളതിനാൽ മികച്ച നീന്തൽക്കാരാണിവ. അപകട സമയത്ത് ദീർഘനേരം വെള്ളത്തിനടിയിൽ മറഞ്ഞുകിടന്ന് വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനും ഇവയ്ക്ക് കഴിയും. പുല്ലും ജലസസ്യങ്ങളുമാണ് പ്രധാന ഭക്ഷണം. ആഹാരത്തിന്റെ ലഭ്യത അനുസരിച്ച് ദഹന വ്യവസ്ഥ പോലും മാറ്റാൻ കഴിയുന്ന അപൂർവ കഴിവും കാപ്പിബാരകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകത്തിനും ഇവ വലിയ കൗതുകമാണ്. എന്നാൽ വനനശീകരണവും മനുഷ്യരുടെ ഇടപെടലുകളും ഇന്ന് കാപ്പിബാരകളുടെ ആവാസ വ്യവസ്ഥയെ ഭീഷണിയിലാക്കുകയാണ്. അതിനിടയിലാണ് ഒരു ചെറിയ കാപ്പിബാര കുഞ്ഞ് ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഹൃദയം കീഴടക്കുന്നത്. അവൻ ഒരു മൃഗശാലയിലെ കുഞ്ഞ് മാത്രമല്ല, ഇപ്പോൾ സ്കോട്ട്ലൻഡിന്റെ പുതിയ കുഞ്ഞൻ അതിഥി കൂടിയാണ്.